കാസർഗോഡ് എന്ത് അല്ല, ഒരാള് പറയാതെ കിം കർദാശിയൻ ആണോന്ന് ചോദിക്കുന്നുണ്ട്. കിം കർദാശിയൻ അല്ല ഇത് കിം കർദോ. ഞാൻ പറയുന്നില്ല കിം കിം ഖാദർ അല്ല നമ്മളങ്ങനെ ഡിസ്റെസ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഏത് ഗസ്റ്റ് വന്നാലും ഞാൻ കാര്യം പറയാല. ഇതെന്ന് വെച്ചാല് ഇതുവരെ ഇപ്പോഴും മനസ്സിലാത്ത ആൾക്കാരുണ്ട്. ഞാൻ കിംന്ന് ക്യാപ്ഷൻ ഇട്ടിട്ടും ഗസ്റ്റ് ആരാന്ന് മനസ്സിലാത്ത ആൾക്കാരുണ്ട്. ഞാൻ കിംന്നായിട്ട് എന്താ അല്ല അതാവുമ്പോ നീയുമായിട്ട് പെട്ടെന്ന് അല്ല ഇപ്പൊ ഒന്ന് സംസാരിക്കട്ടെ. അവര് ഓക്കെ ചാറ്റ് പറ. ആരുമായിട്ട് അത് കാണാനും ആറ്റിറ്റ്യൂഡിലും സംസാരത്തിലെല്ലാം ആരുമായിട്ട് അത് ബന്ധമുള്ളത് ചാറ്റ് പറഞ്ഞാൽ മതി. ഓക്കെ അവര് വരട്ടെ, വന്നിട്ട് അതിനെ കുറിച്ച് സംസാരിക്കാം. അവിടെ പെട്ടെന്ന് വരാൻ പറ. എനിവേസ് ഗൈസ് ഇന്നലത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ റാംബോ ഫുള്ള് ഡൗൺ ആയി. ഇന്നലെ റാംബോയും മമ്മും ലൈവ് ചെയ്യുന്നതിന്റെ ഇടക്ക് വന്നിട്ട് എല്ലാവരും ഡബ്ല്യു ഷമീർ എന്ന് പറഞ്ഞിട്ട് സ്പാം ചെയ്തിട്ട് പിള്ളേരെ ഡൗൺ ആക്കി. അത് വളരെ മോശമായിപ്പോയി. ഞാൻ കാര്യം പറയാം, അത് വളരെ മോശമായിപ്പോയി. കാരണം എന്താ വെച്ചാൽ നമ്മളെ എമർജി ഗ്യാങ്ങിന്റെ ചാനലില് ഗ്യാങ്ങിലുള്ള എല്ലാവരെയും കൊണ്ട് ലൈവ് ചെയ്യിപ്പിക്കാന്നായിരുന്നു എന്റെ പ്ലാന്. അപ്പൊ ആദ്യം ഷമീർ ചെയ്തു, ജാസി ചെയ്തു, പിന്നെ മമ്മു റാംബോയും ചെയ്യാൻ ഇറങ്ങിയപ്പോ ഇവരെ പേര് പോയിട്ട് ഈ ഷമീറിന്റെ ജാസിന്റെ പേര് പോയിട്ട് സ്പാം ചെയ്ത് ശരിയായിട്ടില്ല. കാര്യം പറയില്ല, അത് ശരിയായിട്ടില്ല. കാര്യം പറയാല. കാരണം ഇവര് ഫസ്റ്റ് തുടങ്ങിയ ഉടനെ ഫുള്ള് ഷമീറിനാണുള്ളത്. ഇവർക്ക് മൂഡ് പോയി. എന്നെ പോലെയല്ല, ഇവരെല്ലാം ആദ്യമായിട്ട് ഇത് സോളോ ലൈവ് ചെയ്യുന്ന, സോളോ സ്ട്രീം ആദ്യമായിട്ട് ചെയ്യുന്നത്. എന്റെ സ്ട്രീമിൽ വെച്ച് ഇങ്ങനെ സ്പാം ചെയ്ത് എനിക്ക് കുഴപ്പമില്ല, ഞാനത് മൈൻഡ് ആക്കാണ്ട് അടുത്ത കാര്യം ഇതാക്കും. പക്ഷെ ഇവരെ സ്ട്രീം പോയിട്ട് അങ്ങനെ ചെയ്തത് അവിടെ കോൺഫിഡൻസ് പോകണം. മനസ്സിലായോ? ഇവർ ആദ്യമായിട്ട് സോളോ സ്ട്രീം ചെയ്യുന്നതാണ്. ഈ കാര്യം പറയല്ല, റാംബോ ഫുള്ള് ഡൗൺ ആവുന്ന ആള്. ഇപ്പൊ ഇങ്ങനെല്ലാം നിൽക്കുന്നതാണ്. ഇന്നലെ ഫുള്ള് ഡൗൺ ചെയ്യുന്ന ആള്. കാര്യം പറയാല. ഹൂയിസ് കിം എന്ന് ചോദിക്കുന്നുണ്ട്. കിം അത്ര പറയും. കിം അത് കോഡാണ്. കിം മാത്രമേ പറയൂ. ബാക്കി നിങ്ങൾ ഇതായിക്കോളാം, ബാക്കി നിങ്ങൾ ഗസ്റ്റ് ചെയ്തോളാം. ഓക്കെ, ആള് വരുമ്പോ കണ്ടോ ലവ് യു കുട്ടുവാ. ഷമീറിന് എന്തിനാ ഇത്രയും എന്താണ് ഇല്ല പോട്ടെ. ഞാനത് ചിന്തിക്കുന്നില്ല. അത് ചിന്തിച്ചാൽ ഞാനും ഉണ്ടാവണോ. ഇന്നലെ ഇവന്മാരെ ലൈവില് ഇത് വർഷം പറ്റിയ ഇവർ ഡൗൺ ആയത്. എന്നെ അങ്ങനെ ഡൗൺ ആക്കാൻ നോക്കണ്ട മുത്തേ. നടക്കൂല. വണബി ഫുട്ബോളേഴ്സ് ആയിട്ട് വീഡിയോ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? വണബി ഫുട്ബോളേഴ്സ് ഇതെന്താക്കുന്നു? ഇതെന്താ ഇവിടെ പെസ് കളിക്കാനോ? നീ ഇന്റർനെറ്റ് കഫേ അല്ല, ഇവിടെ വന്നിട്ട് ഗെയിം കളിക്കാൻ വേണ്ടിട്ട്. ഇവനെപ്പോഴാ ശരിക്കും ഒരു ഗെയിമിംഗ് കഫേയിൽ വരുന്ന പോലെ ഇവനിവിടെ വന്നിട്ട് ഗെയിം കളിച്ചിട്ട് പോകും. ഫുഡ് ഗെയിം കളിക്കാൻ ഒരക്ഷരം ഉണ്ടൂല. നല്ലൊരു കഫേ സ്പോട്ടായി ഷമീർ ലുക്കായി പറയുറത്തത്. അതാണ് ഓളെ പേര്, അല്ല ചങ്ങായിന്റെ പേര്. ലിയാന ഡബ്ല്യു ഷമീർ നൗഡേസ് കിങ് ഷമീർ തീ ഡബ്ല്യു ഷമീർ. ഓ ഇതന്നെ ഫുള്ള് നാലാക്ക്. സൂപ്പർ സ്റ്റാർ AJP ആണോ ഗസ്റ്റ്? AJPനെ നമ്മള് നോക്കി. AJPയുടെ ഓൾറെഡി ഒന്നും ഉള്ളതുകൊണ്ട് നമ്മള് വേറെ ഒന്നും നോക്കിയില്ല. ഇന്ന് റിപ്പീറ്റ് ആവുന്നുണ്ട്. എങ്ങനെയാ ഇന്ന് റിപ്പീറ്റ് ആവുമ്പോ മനസ്സിലാവും. ഇന്ന് റിപ്പീറ്റ് ആവുന്നുണ്ട്. എലിൻ ജോസും ബാക്കി ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം എന്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ആക്കുന്നുണ്ട്. മല്ലു തമിഴൻ വ്ലോഗ്. നമുക്ക് തമിഴ് ഓഡിയൻസ് ഉണ്ടോ ഗൈസ്? തമിഴ് ഓഡിയൻസ് ഉണ്ടോ ശരിക്കും? ഈ ഇടയ്ക്ക് ഏതോ ഒരു റീൽസിന്റെ കമന്റ്സിൽ ഞാൻ കണ്ടു കുറെ തമിഴ് ഓഡിയൻസ് ഉണ്ട് ശരിക്കും. നമുക്ക് ഏതോ ഒരു തമിഴ് യൂട്യൂബർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നെ കാണാൻ വേണ്ടി. അഫ്നാൻ താങ്ക് യു ദ 40 രൂപീസ് സൂപ്പർ ചാറ്റ്. മമ്മൂക്ക റിയാക്റ്റഡോ? ഐഫോണാ? നിന്നോട് ഐഫോൺ എടുക്കാനായിട്ടല്ല. ഐഫോൺ 20-ാം തീയതി അല്ലേ വരൂ? എടാ നമ്മളെ ഐഫോണിന്റെ ഗിവ് അവേ ഉണ്ട് 20-ാം തീയതി. നമ്മളെ ഐഫോൺ 17 ഗിവ് അവേ ഉണ്ട്. ഇത് എന്താ 20-ാം തീയതി സെലക്ട് ചെയ്യും. അല്ല കേരളത്തിൽ എത്തിയിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ മമ്മൂക്ക എടുക്കും? കേരളത്തിൽ എത്താത്തൊരു സാധനം എങ്ങനെ മമ്മൂക്ക എടുക്കും? അമേരിക്ക ദുബായിൽ പോലും എത്തിയിട്ടില്ല. അമേരിക്ക പോയിട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെ എന്തോ പ്രശ്നമുണ്ട്. ഞാൻ അന്വേഷിച്ചല്ലോ എനിക്ക് എടുക്കാൻ വേണ്ടിട്ട്. അങ്ങനെ കിട്ടൂല. അങ്ങനെ കിട്ടുമോ? നമുക്കറിയില്ല. ഫിലിപ്പിന്റെ പറയുന്നത് അതാ. ഫിലിപ്പ് കേറിയിട്ടുണ്ട്.
ഇതെന്ത് രണ്ടാള് പറയുന്നത്? ചറവറ 9 ഇട്ടിട്ടുണ്ട് ഓന്. ഇതാ ഷമീർ ഓറ 9+. ആ നിഖിൽ കെ താങ്ക് യു 50 ദിർഹം സൂപ്പർ ചാറ്റ്. വെൽക്കം ടു ദുബായ് ഹബീബീസ് പറയുന്നു. മുത്തേ ദുബായ് 26-ാം തീയതി മുത്തേ ദുബായിലുണ്ട്. ആരും മറക്കണ്ട. എന്നെ കൂട്ടല്ലോ ദുബായില്. നിന്റെ കാര്യം എല്ലാവർക്കും ഒന്നിച്ച് പോവാ. നോക്കട്ടാ പിന്നെ നീയുടെ ചാറ്റിൽ മൊത്തം നിന്റെ പേര് പറയുമ്പോ എനിക്ക് ശരിയാവുന്നില്ല ഇത്. എടാ എന്റെ പേര് ആടെ പോയി ലൈവ് ചെയ്യുമ്പോ ഇതേപോലെ ഷമീർ തന്നാ എന്ത് ചെയ്യും? കൂട്ടും ഇല്ല അതുകൊണ്ട് നിന്നെ കൂട്ടുന്നില്ല. ഷമീർ എല്ലാത്തിലും കയറി മെയിൻ ആവുന്ന ഒരു സ്വഭാവം ഉണ്ട് അല്ല എല്ലാത്തിലും മെയിൻ ആവുന്ന ഒരു സ്വഭാവം ഉണ്ട്. എല്ലാവരുടെ ലൈവിലും കയറിയിട്ട് ഓന് മെയിൻ ആണോ? ഇതൊന്നും നടക്കൂല ഷമീറ. ഞാൻ കാര്യം പറയാലോ. ഇവിടെ എന്താ ബാക്കിയുള്ള ആൾക്ക് ലൈവ് ചെയ്യണ്ടേ? നിനക്ക് മാത്രം സപ്പോർട്ട് കിട്ടിയാൽ മതി. ഇല്ല നീ ഒരു പ്രശ്നമാണ് ഞാൻ പറയുന്നത്. എടാ ഞാൻ ലൈവ് വന്നിട്ട് പോലും ഇല്ലല്ലോ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഒരു അടങ്ങാറാണ് എല്ലാവർക്കും നീ ഒരു ബുദ്ധിമുട്ടാണ്. ഞാൻ എന്നാ പോവാ. എന്നാ പോയിക്കോ. അല്ല തമാശ അല്ല. നീ പോയിക്കോ. അല്ല പോയിക്കോ. തിരിച്ചു വിളിക്കുന്നില്ല. അല്ല പോ. ഗ്യാപ്പ് ഫില്ല് ഇല്ല ഗ്യാപ്പ് ഫില്ല്. ഷമീർ പോയി. ഒരു ചൊറയുന്നത് അലാക്ക് പിടിച്ച ചൊറയുന്ന ഇവന് കാര്യം പറയാലോ. ഗോകുൽ പി യു ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. കിംബോയ് ചുവന്ന ഹൃദയം. ചുവന്ന ഹൃദയം കിട്ടുന്നുണ്ടല്ലോ. എടാ അങ്ങനെ ഞാൻ ഒരു കാര്യം പെട്ടെ. അവര് വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ വർത്താനം പറയരുത് കേട്ടോ. നമ്മ ഇപ്പൊ വെറുതെ തമാശ ആക്കുന്നതാണ്. അവര് വന്നിട്ട് അവരുടെ മുന്നിൽ അങ്ങനെ ആക്കരുത്. എന്താ നോക്ക എന്താ വൈബ് എങ്ങനെയാ നോക്കാം. ഞാൻ ആദ്യമായിട്ട് ഒമാറ നേരിട്ട് കാണുന്നു. ഓക്കെ ഗൈസ് റിവ്യൂല് ഇന്ന് ഗസ്റ്റ് വരാൻ പോകുന്നത് കിംബോയും മനോജാണ്. സംഭവം ഉള്ളത് തന്നെയാണ്. കിംബോയും മനോജാണ്. AJP ഇവിടെ ഉള്ളതുകൊണ്ട് അലിൻജോസ് പേരെന്നെ വിളിച്ചിട്ടില്ല. കാരണം ഇവിടെ ഉള്ളതുകൊണ്ട് വിളിച്ചിട്ടില്ല. അപ്പൊ കിംബോയും മനോജും വരുന്നുണ്ട്. ചാറ്റിൽ ആൾക്കാരുടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത കുഴപ്പമില്ല. അവർക്ക് വായിക്കാൻ അറിയാത്തത് കുഴപ്പമില്ല. പക്ഷെ രണ്ടാമത് ഇറക്കിയിട്ടുണ്ട്. മമ്മൂക്ക റിയാക്ട് ചെയ്യുക. മമ്മൂക്ക റിയാക്ട് ചെയ്യാനാ. മമ്മൂക്ക എന്താ ലൈവ് അടയ്ക്കുക. മമ്മൂ റിയാക്ടഡ് എന്ന് പറയാം. മമ്മൂക്ക റിയാക്ടഡാ. AMD is playing എന്താ AMD is playing ഇതാരാ എന്റെ ലൈവ് ആരോ കാണുന്നടാ. AMD is playing എന്ന് പറഞ്ഞിട്ട് അല്ല പ്ലേയിങ് എന്ന് പറഞ്ഞിട്ട്. നോക്കട്ടെ 1 second. ഇതെന്താ എന്റെ ലൈവ് റിയാക്ട് ചെയ്യും. ഇതാരാ മുഹമ്മദ് സയ്യിദ് ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. കുഞ്ഞിക്കോയ നെയ്യും 3 തവണ പറഞ്ഞു. ഇവന്റെ പരിപാടി എന്താ? എന്റെ ലൈവ് ആടിരുന്ന് പ്ലേ ചെയ്താ ഇതെന്ത് സംഭവം? എന്ത് അതായത് ഇവന്റെ ലൈവ് എന്ന് പറഞ്ഞാൽ നമ്മളെ ലൈവ് എടുത്തിടുക. വാണബി ഓനെ നോക്കണ്ട. വാണബി ഫുട്ബോളേഴ്സ് അടിക്കാനാ പറയുന്നു. വാണബി ഫുട്ബോളേഴ്സ് എന്താ? ഇതെന്താ സംഭവം? ഫുട്ബോളർ ടർഫിൽ പോയി കളിക്കുന്നത്. കാരണം ഇന്ന് വാണബി ഫുട്ബോളേഴ്സിനോടൊപ്പമുള്ള നമ്മുടെ സ്വന്തം വീറ്റുവൽ കണ്ണന്റെ ഫൈനൽ ഡേ ആണ്. ഞാൻ പോകണത്ര ഇതെന്താ സംഭവം? ഇത് കാണണോ? ഇതെന്താ സംഭവം? പാട്ട് മാറി എല്ലാരും വരി. പോയി രക്ഷപ്പെട്ടെ. എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഫുട്ബോളർ എങ്ങനെ ആകാന്നായിട്ടായിരിക്കും. Bro, I'm from Tamil Nadu, big fan bro. Please support മല്ലു തമിഴൻ ബ്ലോഗ്. എടാ കണ്ട് സപ്പോർട്ട് അല്ല നമ്മള് ലാസ്റ്റ്. ഇപ്പൊ നമ്മള് ലൈവ് ആണ്. ലാസ്റ്റ് ആണ് റെയ്ഡ് അല്ല ലാസ്റ്റ്. വാണബി ഫുട്ബോൾ കൂടെ ഒരു കൊളാബ് ചെയ്യുമോ? ഇനി ആരാ എനിക്ക് മനസ്സിലായില്ല. അവർ ഇതെന്താ ഒരു സംഭവം? എന്താ ഫുട്ബോൾ കളിക്കുന്നതോ? നമുക്ക് ടർഫിൽ പോണ്ടേ?
നമ്മൾ ഒരു കൂട്ടം മടിയന്മാരാ. നമ്മ എല്ലാരും കൂട്ടി ടർഫിൽ പോകുന്നു. എന്ത് പറയുന്നത്? ടർഫില് ഫുട്ബോൾ കളിക്കാൻ പോകുന്നത്. ഇപ്പൊ കളിക്കണം മറ്റന്നാളെ പോയിട്ട് പോവാം. നമ്പർ ഇപ്പൊ പറഞ്ഞേക്കല്ല. മമ്മൂക്ക റിയാക്റ്റഡ് യു ഇൻ കാർത്തിക് സൂര്യ. മമ്മൂക്ക റിയാക്റ്റഡ് യു ഇൻ കാർത്തിക് സൂര്യ. മമ്മൂക്ക റിയാക്റ്റഡ് യു കാർത്തിക് സൂര്യ പോഡ്കാസ്റ്റോ? കാർത്തിക് സൂര്യ പോഡ്കാസ്റ്റിൽ എന്താ? കാർത്തിക് സൂര്യ പോഡ്കാസ്റ്റ് മമ്മൂക്ക റിയാക്റ്റഡ് ഇതാണോ? ഞാൻ കണ്ടായിരുന്നു വീഡിയോ. പറയണല്ലേ ഏത് വീഡിയോ? കാർത്തിക് സൂര്യയുടെ അടുത്ത് നമുക്ക് ഒരു ഇന്റർവ്യൂ അല്ല മറ്റേ ഇതിനകത്ത് അതിന് ഞാനായിട്ട് എന്താ വന്നോ? കാർത്തിക് സൂര്യ റീലോ? കാർത്തിക് സൂര്യ റീൽ ചോദിച്ചു നീയാണോ തോപ്പി ആര് പോടാ? അതാണോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് തൊപ്പിയത്? പോടാ. കാർത്തിക് സൂര്യ പറഞ്ഞു. കാർത്തിക് സൂര്യ അത് ആയിരിക്കോടാ. അങ്ങനെ എന്തോ ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട്. അങ്ങനെ എന്തോ കണ്ടിട്ടുണ്ട്. അത് ഏടാ മമ്മൂക്കാൻ ഒന്നിച്ചുള്ള എന്തോ ഒരു സംഭവല്ലേ? അഭിപ്രായം പറഞ്ഞതാ അവനോട് ചോദിച്ചത്. ഒരു മിനിറ്റ്, ഏതാ ഇതോ? അമ്മയുടെ ഷോ മഴവില്ലാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ അതിന്റെ ഇന്റർവ്യൂ എടുക്കാനായിട്ട് പോയായിരുന്നു. അന്ന് പരിപാടി തുടങ്ങുന്നതിന്റെ അന്ന് മമ്മൂക്കയാണെന്ന് ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നത്. അപ്പൊ ഞാൻ മറ്റു തൊപ്പിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അവിടെ മഞ്ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ മമ്മൂക്ക ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കണം. മമ്മൂക്ക ദൂരം നോക്കിയിട്ട് ഹായ് മമ്മൂക്ക അതൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കണം. മഞ്ചേച്ചി ചോദിച്ചു മഞ്ചിന്റെ കൂടെ അവിടെ തൊപ്പിയൊക്കെ വെച്ചിട്ട് പയ്യൻ നിൽക്കുന്നുണ്ടല്ലോ, അതാണോ ഇപ്പൊ ഈ ഇന്റർനെറ്റില് വൈറലായിക്കൊണ്ടിരിക്കുന്ന തൊപ്പി? അടെ ഇത് ഞാൻ എവിടെയോ അല്ല ഇത് ശരിക്കുള്ളത് തന്നെയാ. എന്നെയാ സീരിയസ് ആയിട്ട് കാർത്തിക് സൂര്യ നമുക്ക് ചോദിച്ചു പോടാ. ശരിക്കും ശരിക്കും അങ്ങനെയാണ് പറഞ്ഞേ. അപ്ഡേറ്റഡ് ആണെന്ന് ഞാൻ അത് അന്ന് അവനാണെങ്കിൽ എന്തോ ഒരു പോലീസൊക്കെ സീനൊക്കെ ആയി മറ്റേ ഇരുന്ന സമയം. അപ്പൊ മനുഷ്യ അയ്യോ അല്ലേ അന്ന് പണ്ടോ ആടെ ഇങ്ങനത്തെ എന്തോ ഒരു സാധനം ഞാൻ കണ്ടിട്ട് ആരോ എന്നോട് ഇങ്ങനത്തെ എന്തോ ഒരു സാധനം പറഞ്ഞ് ഇത് ഞാൻ അവിടെ കണ്ട പോലെ ഉണ്ടടാ. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. അടാ ഞാൻ ഏയാന്ന് വിചാരിച്ചേ. ഇത് പണ്ടത്തെ അല്ലേ? ഇത് 2-3 കൊല്ലം മുന്നേ ഉള്ളതല്ലേ? ഇത് ഞാൻ മുന്നേ ഇപ്പോ കണ്ട പോലെ തോന്നുന്നുണ്ടോ? എന്തോ ഒരു വീഡിയോ അങ്ങനെ എന്തോ എനിക്ക് ഓർമ്മയില്ല. കോൾ മമ്മൂക്ക എന്താണിത്? കോൾ മമ്മൂക്ക ഇതാര? കോൾ മമ്മൂ എന്ന് പറയുന്ന കോൾ മമ്മൂ എന്ന് വേണമെങ്കിൽ പറഞ്ഞോ. കോൾ മമ്മൂ എന്ന് വേണമെങ്കിൽ പറഞ്ഞോ. കോൾ മമ്മൂക്ക നിങ്ങൾ പറയുന്നത്. ഓൾഡ് ആടാ ഇത് പഴയത്. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ പണ്ടപ്പോ കണ്ടിട്ടുണ്ട്. ഇവൻ തൊപ്പി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, ഇവൻ തൊപ്പിയല്ല. ഞാൻ മമ്മൂക്ക ആദ്യമായിട്ട് കാണുന്ന എങ്ങനെയാണെന്ന് അറിയാം. അമ്മയുടെ ഷോ മഴവില്ലാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ അതിന്റെ ഇന്റർവ്യൂ എടുക്കാനായിട്ട് പോയായിരുന്നു. അന്ന് പരിപാടി തുടങ്ങുന്നതിന്റെ അന്ന് മമ്മൂക്കയാണെന്ന് ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നത്. അപ്പൊ ഞാൻ മറ്റു തൊപ്പിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അവിടെ ഓൾറെഡി ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ മമ്മൂക്ക ഇങ്ങനെ നോക്കിയിട്ട് അഖിൽ സ്റ്റോറി ഇത് നമ്മളെ അഖിലല്ലേ പറയുന്നത്? അതെന്താ? അതായത് ഇപ്പം ബാത്റൂമിൽ നിന്ന് പോയ അഖില്. ഇത് നമ്മളെ അഖിലല്ലേ? ഇതെന്ത് കക്കൂസി തൂറാൻ പോയതല്ലേ? വീഡിയോ എടുക്കാൻ പോയതാ? ഇവരത് ഇങ്ങനല്ലേ ഇപ്പൊ? അഖിൽ മാരാർന്നാ പറയുന്നത്. ഇതെപ്പോഴല്ല അഖില നമ്മളെ അഖില. നമ്മളെ അഖിൽ MRC അഖിൽ സ്റ്റോറി എന്ന് പറയുന്നത്. കേൾക്കുന്നില്ലേ? ഷെയ്ഖ് ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള നെക്സ്റ്റ് മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്നെല്ലാം പറയുന്ന ലോട്ട. ഇന്നലെയാണ് ശരിക്കും കാട്ടുതീ ഉയർന്നത്. ഷമീർ എടാ പാവം പിള്ളേരെ ലൈവിൽ പോയിട്ട് നീലം കൂട്ടി ഷമീർ എന്ന് സ്പാം ചെയ്തിട്ട് അവരുടെ മൂടും കളഞ്ഞിട്ട് നാണവും ഇല്ലാണ്ട് ഇന്നലെയാണ് കാട്ടുതീ ഉയർന്നത്. ഈ കാട്ടപരാധത്തിന്റെ കാര്യം നിങ്ങൾ പറയുന്നത് കാര്യം. ലോക ചാപ്റ്റർ 6 തൊപ്പി വേഴ്സസ് മൂത്തോൻ.
മൂത്തോനാരാന്നറിയാം? തൊപ്പി വേഴ്സസ് മൂത്തോൻ. അതാടാ മമ്മൂട്ടിന്റെ മറ്റേ മൂത്തോൻ ക്യാരക്ടർ ഇല്ലേ, നോക്കിയാലേ നീ ഇതെല്ലാം കേട്ട് കണ്ടിട്ട് അസൂയപ്പെടണ്ട. എന്തായാലും മമ്മൂട്ടിക്ക് നിന്നെ അറിയില്ല, അത് ഞാൻ ഉറപ്പ് തരാം. നിന്നെ എന്തായാലും അറിയില്ല. നിന്നെ അടുത്തൊരു 10 കൊല്ലത്തേക്ക് നിന്നെ അറിയാനും പോകുന്നില്ല, അത് ഞാൻ ഉറപ്പ് തരാം. നിന്നെ ഇവിടെ പറഞ്ഞ രണ്ടാള് ഷമീർ W ഷമീർ T എന്ന് പറഞ്ഞിട്ട് 2 ഇടും. അത് നീ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത്, നിനക്കൊരു ഗ്രൂപ്പ് ഉണ്ടോ എന്നൊക്കെ സംശയമുണ്ട്. നീ ഇത് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത് അല്ലാണ്ട് അതിന്റെ അപ്പുറത്തൊന്നും മമ്മൂട്ടിക്ക് ഒരു 15 ദിവസം അറിയണ്ടാവും. ഡിസ്കോഡിൽ പണ്ട് തൊപ്പി തന്നെ നമുക്ക് ചോദിച്ച റിയാക്ടർ കാർത്തിക് ഇത് പല സ്ഥലത്ത് പറഞ്ഞു പുതിയതല്ല, ഞങ്ങൾ ലൈവിൽ അത് കണ്ടിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. നീ സിനിമയിലൊക്കെ പോവാ, നമ്മളെല്ലാം മറക്കോ? നിന്നെ എന്തായാലും ഞാൻ മറക്കും, നിന്നെ ഉറപ്പായിട്ട് ഞാൻ മറക്കും. ഓവർ റേറ്റഡ് ഷമീർ പറഞ്ഞു കൊടുക്ക്, അങ്ങനെ പറഞ്ഞു കൊടുക്കും. ഓവർ റേറ്റഡ് ആണ് ഇവ, ഓവർ റേറ്റഡ് ആണ്. ഇവ 10 സ്ട്രീമില് 10 സ്ട്രീം ചെയ്യുമ്പോ ഒരു സ്ട്രീം അല്ല, 10 അല്ല, ഒരു 3 സ്ട്രീമിൽ ഓക്കെ, ഒരു 3-4 സ്ട്രീം ചെയ്താ ഒരു സ്ട്രീം ഇവന്റെ W ശരി തന്നെ. അതിനെന്തിന് ഇത്രയും റേറ്റിംഗ്? ഓവർ റേറ്റഡ് ആണ്. ഞാനാരോട് പറയും നീ ഓവർ റേറ്റഡ് ആണ്. ഇത് ഞാനെന്ത് ചെയ്ത്? എന്തിനാടാ ഇങ്ങനെ ഇടാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത്? ചാറ്റ് എന്താണ് അവസ്ഥ? എടാ അങ്ങനെയാണെങ്കിൽ ഓക്കെ, എന്നാ ഇപ്പൊ സ്പോട്ടിൽ നീ സോളോ അടിക്കട്ടെ. അല്ല അല്ല ഷമീർ സോളോ എന്ന് പറയുന്നല്ലോ, ആൾക്കാർ പറയുന്നത് നീ ചെയ്. അല്ല 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 ഷമീർ സോളോ എന്ന് പറയുന്നുണ്ടല്ലോ. ഷമീർ സോളോ ഇല്ല, മാറി. അതാ വേറെ എന്തെല്ലോ വരുന്നുണ്ട്, വേറെ ഇതാ അബു സാലിം, വേറെന്തെല്ലോ സാധനം വരുന്നുണ്ട്. ഷമീർ സോളോ ഈഗോ എന്നല്ലേ ആ കാര്യം പറയല്ല. ഈഗോ കുറച്ച് ഈഗോ ഉണ്ട്, ശരിയാണ്, കുറച്ച് ഈഗോ ഉണ്ട്. കൂട്ടി നിനക്ക് എന്നോട് ഈഗോ കുറച്ചൊരു തുള്ളി, വലിക്കലൊന്നുമില്ല, കുറച്ച് ഒരു തുള്ളി. അല്ല അത്രയും ആൾക്കാർ ഷമീർ സോളോ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ സോളോ ഇരുന്ന് നീ ലൈവ് അത്രയും ആൾക്കാർ സോളോ പറയുന്നുണ്ടല്ലോ. അപ്പൊ അല്ല അല്ല അത്രയും ആൾക്കാർ പറയുന്നുണ്ടല്ലോ. അപ്പൊ നീ ചെയ് ഇതാണ് ഷമീർ സോളോ. കണ്ടല്ലോ അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ചെയ്യാൻ പറ്റൂല. അങ്ങനെ ഓഡിയൻസ് തമാശക്ക് ഇടാൻ ഇതാക്കുന്ന പോയ ഇടിരുന്നേ ഇവനെ ഒഴിവാക്കിയല്ലോ, ഞങ്ങൾക്ക് ആരുമില്ല. എന്തോരെല്ലാം ഇപ്പൊ മനസ്സിലായല്ലോ. ഷമീർ എല്ലാം നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായല്ലോ. ഷമീർ സോളോ എന്നിട്ട് ഇവനെ പിടിച്ചിരുത്തി. എന്തായി ഇപ്പൊ മനസ്സിലായല്ലോ ഷമീർ എല്ലാം. ആ മനസ്സിലായിക്കും. അപ്പൊ anyways guys what's up, let's start the stream, come on, chat. എന്തല്ല പറ എന്തെല്ലാം ചെയ്യേണ്ടത് പറഞ്ഞോ, കാര്യങ്ങളെല്ലാം പറ. കഴിഞ്ഞ 2-3 ദിവസം ഞാൻ ലൈവ് ഉണ്ടായിട്ടില്ല. അപ്പം റിയാക്ട് ചെയ്യേണ്ട ക്ലിപ്സും സംസാരിക്കേണ്ട കാര്യങ്ങളെല്ലാം ഡിസ്കോഡിലിടെ. അപ്പം നമുക്കിത് റിയാക്ട് ചെയ്യാം. കോൾ ഗസ്റ്റ് ഓൺ ദ വേ. ഗസ്റ്റ് വരുമ്പോൾ വരട്ടെ, നമുക്ക് ലൈവ് കണ്ടിട്ട് ചെയ്യാം. ഓക്കെ, ഗസ്റ്റ് വരുമ്പോൾ വരട്ടെ. ഞാൻ ഒരു കാര്യം പറട്ടെ, ഈ ബുദ്ധികൾ എല്ലാവരും ഇങ്ങനെ ബാക്കിൽ നിൽക്കണമെന്നില്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കട്ടെ. വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം എനിക്ക് സംസാരിക്കാനുണ്ട്. അല്ല ബുദ്ധിങ്ങാനാണെങ്കിൽ ഇരിക്കല്ലോ, അവിടെ പോയി ബുദ്ധിങ്ങാനാണെങ്കിൽ പോയിരിക്കും. അല്ല നിന്നോട് കൂടെ പറയാം. അല്ല നീ ബുദ്ധിങ്ങിയാ? അല്ല സംസാരിക്കുന്നവര് മാത്രം ഇവിടെ ഇരിക്കണ്ട. അല്ലല്ല തമാശല്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ചാറ്റിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പോ Anyways guys, ഇത് 8 5 സ്റ്റാർ ഡു നത്തിങ് ആണ്. നീ ആടിരുന്നോ? ഓക്കെ ഗൈസ് എനിക്ക് കുറച്ച് ഒപ്പീനിയൻ വേണം. കുറച്ച് കാര്യങ്ങളുണ്ട്. ബിഗ് ബോസ് ഇഷ്യൂ. ബിഗ് ബോസിൽ എന്താ ഇഷ്യൂ? ബ്രോ റൈഡ് തരുമോ പ്ലീസ്? റൈഡ് ലാസ്റ്റ് നിഹാൽ താങ്ക് യു 40 rupees സൂപ്പർ ചാറ്റ്. കാസിറ്റ് കള്ളൻ താങ്ക് യു 20. എബിൻ MB താങ്ക് യു 20. ഓൾ സീയിങ് ഐ. മമ്മുവിന് സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നുണ്ട്. മമ്മുവിന് സ്ക്രീൻ സ്പേസ് കൊടുക്കാൻ പറയും. പക്ഷെ മമ്മു ബുദ്ധിങ്ങിട്ടാണ് ഉള്ളത്. ഇവിടെ എല്ലാവരും ബുദ്ധിങ്ങികളാണ്, അതാണ് പ്രശ്നം. ഇവിടെ സംസാരിക്കുന്നത് ഞാനേ ഉള്ളൂ, മനസ്സിലായ? ഇന്നലത്തെ ലൈവ് അല്ല ഇന്നലത്തെ മമ്മു എക്സ് റാംബോ ലൈവ് കണ്ടവര് മമ്മു എന്തൊരു ബുദ്ധിങ്ങലാണ് ബുദ്ധിങ്ങിയത്, എന്തൊരു അമര ബുദ്ധിങ്ങലാണ് ബുദ്ധിങ്ങിയത്. അതായത് ഒരു അക്ഷരം വിടുന്നില്ല. അതായത് പ്രോപ്പർലി വായിൽ എന്തോ ഒരു തവളയോ പഴം അങ്ങനെ വായിലിട്ട് വിഴുങ്ങിയിട്ട് വായിൽ അത് ഉണ്ടോ അവന്റെ വായിൽ തവള അങ്ങനെ എന്തോ ഉണ്ട്. അങ്ങനത്തെ ബുദ്ധിങ്ങലാണ് ഇവൻ ബുദ്ധിങ്ങിയത്. അല്ല ആണോ ചാറ്റ്? ആണോ? അടിപൊളിയാണ്. അപ്പൊ അവൻ റാംബോ അത്ര എഫേർട്ട് ഇട്ട്, ഇവൻ ഒരു തുള്ളി എഫേർട്ട് ഇട്ടിട്ടില്ല. ഈ നിനക്ക് ആരാടാ മൈക്ക് വന്നത്? നാറി നീ എന്തിനാ മൈക്ക് വെക്കുന്നത്? മൈക്കും വെച്ചിട്ട് അവൻ ഇരിക്കാന്ന് ബുദ്ധിങ്ങാൻ വേണ്ടേ എന്തിനാ മൈക്ക്? ബുദ്ധിങ്ങാൻ വേണ്ട ആടിരുന്ന് ബുദ്ധിക്കാൻ പോരാ. നീ വായി തുറക്കുന്നില്ലല്ലോ, പിന്നെന്താ? അല്ലല്ലോ എന്തോ പറയുന്നുണ്ട്.
സ്ട്രീം അടിപൊളിയാക്കാനാ എങ്ങനെ? ഇന്നലെ ഒരു ലൈവ് തുടങ്ങിയിട്ട് തീരുന്നവരെ, ലൈവ് തുടങ്ങി 2 മണിക്കൂറായിട്ട് ഇന്നലെ ഇവരുടെ ലൈവ് ചെയ്ത് തീരുന്നവരെ റാംബോ കുറച്ചെങ്കിലും എഫേർട്ട് എടുത്ത് ഇവ ഒരക്ഷരം ഉണ്ടാണ്ട് എപ്പോ ഇങ്ങനെ ഇടക്കിടക്കാൻ വന്നിട്ട് സ്ട്രീം അടിപൊളിയാക്കാം, ഡബ്ല്യൂഡ് സ്ട്രീം അടിപൊളിയാക്കാം, നമുക്ക് ഡബ്ല്യൂ ആക്കാം, എല്ലാവരും ഡബ്ല്യൂഡ്. ഇതാണ് ഈ കുരിയാ കീരിക്കോസ് എന്തിനാ ഇവിടെ ഇരുന്ന് ചിരിക്കുന്നത്? ഇവനിവിടെ കീരി ചിരിക്കുന്ന പോലെ ഇവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അപ്പൊ നീ എന്താ ചെയ്യുന്നത്? അല്ല, ഇവ കുഴപ്പമില്ല, ഇവ അങ്ങനത്തെ ഒരുത്തരെന്ന് വിചാരിക്കാം. പക്ഷെ ഇവനല്ലേ ഞാൻ സ്ട്രീമർ ആക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയിട്ട് ഇവനെന്താ ചെയ്തത്? ചാറ്റ് പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്നലത്തെ മമ്മു എക്സ് റാംബോ കോംബോ ഇനി ഒരിക്കലും ഞാൻ കൊടുക്കൂല. കാര്യം പറയില്ല, അങ്ങനത്തെ ഒരു കോംബോയിൽ നിങ്ങളിനി ലൈവ് ചെയ്യണ്ട. ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒരു കോംബോ, ഞാൻ പറയുന്നത് മമ്മുവിന് സൈഡായിട്ട് തന്നാൽ മതി. അതായത് ഷമീർ ലൈവ് ചെയ്യുമ്പോൾ ഷമീറിന്റെ സൈഡ് കോംബോ ആയിട്ട് മമ്മു നിന്നോ, അല്ലെങ്കിൽ ആദിൽ ലൈവ് ചെയ്യട്ടെ, ആദിൽ ലൈവ് ചെയ്യുമ്പോൾ ആദിലിന്റെ സൈഡ് കോംബോ ആയിട്ട് മമ്മു നിൽക്കട്ടെ. അല്ലാണ്ട് വേണ്ട. ഓനിൽ ഇഷ്യൂ എന്താ? ടൈപ്പ് ചെയ്യ് എന്താ ഇഷ്യൂ എന്താന്ന് പറ. ക്ലിപ്പ് റിയാക്ട് ചെയ്യാൻ പറ്റും. ക്ലിപ്പ് റിയാക്ട് ചെയ്താൽ ഇതാ കോപ്പറേറ്റ് കിട്ടും. ഓർമ്മ ഉണ്ടല്ലോ, പണ്ട് നമുക്ക് വലിയൊരു സീൻ വന്ന ഓർമ്മ ഉണ്ടല്ലോ, ബിഗ് ബോസിന്റെ ക്ലിപ്പ് റിയാക്ട് ചെയ്തിട്ട് ഞാൻ പറയുന്നില്ല എത്ര 14 ലക്ഷം റുപ്യന്റെ കോപ്പിറൈറ്റ് മറക്കരുത്. ഒരു 1 ഇയർ ആകോ, 1 ഇയർ അല്ല, ഒരു വർഷത്തിന് മുകളിലായി. അത് ബിഗ് ബോസിന്റെ ക്ലിപ്പ് റിയാക്ട് ചെയ്തതിന് അവർ കോപ്പിറൈറ്റ് അടിച്ചു കൊടുക്കും. നമ്മളെ കണ്ടന്റ് എടുത്ത് തൊപ്പി ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ അവർ കേസ് കൊടുക്കും. അവരെ എൻ്റെ മോൾ സീൻ, എന്താണ് കമ്പനീൻ്റെ പേര്? അവരുടെ പ്രൊഡക്ഷൻ കമ്പനി. അത് സീൻ, അവരെ ഈ ക്ലിപ്പ് റിയാക്ട് ചെയ്യുന്ന സീനാണ്. റിയാക്ട് ചെയ്താൽ ബാങ്ക് കിട്ടും. ഇത് കോപ്പിറൈറ്റ് കേസ് കൊടുക്കും അവർ. കാര്യം എന്താ നിങ്ങൾ ടൈപ്പ് ചെയ്യും നോക്കാം. എനിവേസ് ഷമീർ ബാക്ക്. ഷമീർ ഇവൻ തിരിച്ചു വന്നാ എടാ, നീ ബുദ്ധിങ്ങിയാണ്, അതാണ് പ്രശ്നം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ആദില നൂറ ഇഷ്യൂ എനിക്കറിയാം. അത് എനിക്കറിയാം. അവരാന്ന് വെച്ചാൽ അവര് മറ്റേ ഇതാണല്ലോ, ലെസ്ബിയൻസ് ആണല്ലോ. അപ്പൊ അല്ല, ഇതിന്റെ റീലെല്ലാം ഞാൻ കാണുന്നുണ്ട്. അവര് ലെസ്ബിയൻസ് ആണല്ലോ. അപ്പൊ അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരെന്ന് ആരോ പറഞ്ഞു. അപ്പം അതിന്റെ എന്തോ സീനായി. നമുക്ക് വലിയ സീനായിട്ട് എനിക്ക് തോന്നില്ല. അതെല്ലാം ഇഷ്യൂ ആണോ? അതും ഓനിയിലും തമ്മിൽ എന്താ ബന്ധം? ബിഗ് ബോസ് പോലെ കുറെ ക്യാമറ വെച്ച് ഭയങ്കര പരിപാടി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് എവിടെയാ അത്? ഭയങ്കര തന്നെ. ഒരുത്തൻ ചാറ്റില്ലേ, നീ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് കുറെ ക്യാമറ എല്ലാം പറഞ്ഞിട്ട് പരിപാടി എടുത്ത് പറഞ്ഞല്ലോ, എന്നിട്ട് എവിടെയാ അത്? ഓനോ ജീവിതത്തിൽ ഒന്നും ചെയ്യുന്നില്ല. ജീവിതത്തിൽ ഒന്നും ചെയ്യാണ്ട് ഓനവിടെ കടന്നുറങ്ങിയ നോക്കുക. അപ്പൊ ബെഡിൽ ഇപ്പൊ പൊതച്ചിട്ട് ഇങ്ങനെ ലൈവ് കണ്ടോണ്ട് ടൈപ്പ് ചെയ്യുന്നത്. മോനെ അതിന്റെ പണിയെല്ലാം നീ അത് ചെയ്യുന്നുണ്ട്, കേട്ടില്ല? ബിഗ് ബോസ് പോലെ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ബിഗ് ബോസ് പോലെ ചെയ്താൽ അതിന്റെ റെപ്ലിക്ക ആവും. അതല്ലാണ്ട് വേറൊരു രീതിയിൽ നമ്മൾ ചെയ്യാൻ പോയി നോക്കാം. വേറൊരു സംഭവമുണ്ട്, ചില ആൾക്കാർക്കെല്ലാം അറിയാം. ഈ മാഫിയ തോണെല്ലാം കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. മാഫിയ തോണ്ടെല്ലാം ഒരു ടൈപ്പിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതായത് ബിഗ് ബോസ് പോലെയല്ല, പക്ഷെ ഏകദേശം ബിഗ് ബോസ് പോലെ എല്ലായിടത്തും ക്യാമറയിലുണ്ടാവും. പക്ഷെ ഇങ്ങനെ ടാസ്കും അങ്ങനത്തെ ലെവലല്ല. ഈ വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം 24 hour ലൈവ് ചെയ്യുന്ന ഒരു പരിപാടി, അത്രേ ഉള്ളൂ. ബിഗ് ബോസ് പോലെ ആയിരിക്കൂല, പക്ഷെ ഏകദേശം അതുപോലെ. എനിവേസ് കുര്യൻ പവർ ആവുമ്പോട്ട് കുര്യൻ എന്താ നെക്സ്റ്റ് സ്ട്രീം കുര്യാക്കോസ് വേഴ്സസ് ആദിൽ. കുര്യാക്കോസിനെ നമുക്ക് സ്ട്രീമിൽ ആഡ് ചെയ്താലോ, എന്ത് പറയുന്നത്? അതായത് സോളോ സ്ട്രീം കൊടുത്താലോ? ആദിൽ എക്സ് കുര്യാക്കോസ്. അല്ലെങ്കിൽ ഇവിടെ പെസ് ഏറ്റവും നന്നായിട്ട് കളിക്കുന്നവരാ? അല്ല, നീ അല്ലാണ്ട് ഒന്ന് കുര്യാക്കോസ്, ഇവനല്ലാണ്ട് ഇവിടെ പെസ് ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന ഒരാളുമായിട്ട് മമ്മു കളിക്കുമോ? എന്നാ കുര്യാക്കോസും മമ്മു ലൈവ്. പക്ഷെ മോനെ, നിനക്ക് ഇപ്പം വരുന്ന തീയും കൂടി ഇല്ലാണ്ടാവും ഇവന്റെ ഒന്നിച്ച് ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ. ഇവ അമ്മായിരം ബുദ്ധിക്കാണ്. ഇന്നലെ അമ്മായിരം ഇതാണ് നമുക്ക് കാണിച്ചത്. കറുകപ്പള്ളി സിദ്ദീഖ. ഹലോ, അസ്സലാമു അലൈക്കും. ചെറിയ തിരക്കിലാ. മനസ്സിലായി. ഞാനേ ലൈവിന്റെ ഇടയിലാ, ചെറിയ തിരക്കാ. ലൈവ് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതിയോ? എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ? ഇത് ഞാൻ ലൈവ് കഴിഞ്ഞിട്ട് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതിയോ, അല്ലെങ്കിൽ കോൾ ചെയ്താൽ മതിയോ? എനിവേസ് എന്തായിരുന്നു? കോൾ കാർത്തിക് സൂര്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാർത്തിക് സൂര്യനെ വിളിക്കണം. കാർത്തിക് സൂര്യനെ വിളിച്ചിട്ട് എന്തിന്?
വേറൊരു സംഭവം ഉണ്ട്, അത് റിവീൽ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. കാർത്തിക് സൂര്യയായിട്ട് ബന്ധപ്പെട്ട വേറൊരു സംഭവം ഉണ്ട്. പക്ഷെ അത് കൺഫേം ആയിട്ടേ റിവീൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നത്. എനിക്ക് അറിയില്ല. അത് വക്കീലാന്ന് ഡീലാക്കുന്നു. വക്കീലോടെ എന്ത് ചെയ്യണം? ഇപ്പൊ റിവീൽ ചെയ്യണം. പക്ഷെ അത് ബിഗ് ബോസ് പോലെ ഒന്നല്ലല്ലോ, റിവീൽ ചെയ്ത പ്രശ്നമൊന്നും ഇല്ലല്ലോ. പറയണോ? ഇങ്ങോട്ട് വാ, കാണുന്നില്ല എന്റെ മാസ് കാണട്ടെ. പറയണോ? ഓക്കെ. ചാറ്റ് സംഭവം എന്ന് വെച്ചാല് നമ്മൾ ഇതുവരെ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ഇല്ല, യൂട്യൂബിൽ ഇങ്ങനത്തെ ഇതിലല്ലാണ്ട് നമ്മൾ ടെലിവിഷനിലേക്ക് നമ്മൾ ഇതുവരെ എത്തിയില്ലല്ലോ. ഓക്കെ, ടെലിവിഷനിൽ എത്തിയില്ല. നമ്മളെ പോലീസ് പിടിച്ചിട്ട് മറ്റേ കേസ് വരുമ്പോ ന്യൂസ് വരുമ്പോ നമ്മള് ടെലിവിഷനിൽ എത്തും. അത് വേറെ കാര്യം. ലാസ്റ്റത്തെ ന്യൂസിൽ 6 മാസം കൂടുമ്പോ ലാസ്റ്റ് തോക്കി കൊണ്ടിയതിനാണ് നമ്മള് ലാസ്റ്റ് ടിവിയിൽ വന്നത്. മമ്മൂന്റെ ടിവിയിൽ വന്നിരുന്നാ? ഇല്ല മമ്മ അങ്ങനത്തെ കേസൊന്നും ടി വിയിൽ വരില്ല. എന്ത് തീട്ട കേസൊന്നും ടി വി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ ബിഗ് സ്ക്രീനിലേക്ക് കയറാൻ പറ്റില്ല. ബിഗ് സ്ക്രീൻ അല്ല, സോറി, ബിഗ് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ മറ്റേ ഇതാന്നല്ല, തിയേറ്റർ ആന്നല്ല, ടെലിവിഷൻ സ്ക്രീനിലേക്ക് നമ്മൾ കയറാൻ പോയത്. ഓക്കെ, ബാക്കി റിവീൽ ചെയ്യുന്ന കാര്യം എനിക്ക് അറിയില്ല. പറയണം, പരിപാടി ഏതാന്ന് പറയാൻ പറ്റില്ല. എന്തായാലും നമ്മൾ ഒരു ടെലിവിഷൻ പ്രോഗ്രാമിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു വലിയൊരു പരിപാടി, വലിയൊരു മെയിൻ സ്ട്രീമിലെ ഒരു ചാനൽ, ഒരു TV ചാനലിൽ ഒരു മെയിൻ പരിപാടിക്ക് നമ്മളെ ഗ്യാങ്ങിനെ മൊത്തം ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. വക്കീലാണ് അതിന്റെ എൻക്വയറി വന്നത്, വക്കീലാണ് അതിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. പക്ഷെ ഇതുവരെ കൺഫേം ആയിട്ടില്ല. നമ്മൾ ഇതുവരെ കൺഫേം പറഞ്ഞിട്ടില്ലല്ലോ, നമ്മൾ ഇതുവരെ യെസ് പറഞ്ഞിട്ടില്ല. പക്ഷെ കുറച്ച് കൺഫ്യൂഷനിലാണ്. പറഞ്ഞോടെ അത് നമ്മള് കുര്യൻ സോളോ കുര്യൻ സോളോ കുര്യര്. അല്ലാ എടാ, ഇവിടെ വേറെ ഞാൻ മറന്നുപോയി. എടാ, ഫിലിപ്പങ്കിളുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് കേട്ടോ. ഫിലിപ്പങ്കിൾ ഇവിടെ മൊത്തം അടിച്ചുപൊളിയും ചില്ലിങ്ങും ഫ്രണ്ട്സും. ഇയാൾക്ക് എത്രയാ ഫ്രണ്ട്സ് എടാ? നമ്മളെല്ലാം ഒരു സർക്കിളിൽ ഒതുങ്ങുന്നത്. നമ്മൾ ഈ 5 ആൾക്കാരാണ് നമ്മളെ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ഈ 10 ആൾക്കാരാണ് നമ്മളെ ഫ്രണ്ട്സ്. ഈ ഫിലിപ്പങ്കിൾ എന്ന് പറഞ്ഞാല് ഫിലിപ്പങ്കിളുടെ സർക്കിള് ഭയങ്കര വലുതാണ് കേട്ടോ. എത്രയാ ഫ്രണ്ട്സ്? എന്താ നിങ്ങൾക്കൊരു മാനേഴ്സ് ഇല്ല കേട്ടോ. ഞാൻ കാര്യം പറയില്ല, ഫിലിപ്പങ്കിളുടെ ഫ്രണ്ട്സിനെ ഫിലിപ്പങ്കിൾ കൊണ്ടുവന്നതിന് ഒരു മാനേഴ്സും ഇല്ല, ഒരു 0 മാനേഴ്സ്. ഞാൻ കാര്യം പറയാല, അവരാടെ ഇരുത്തിയിട്ട് ചങ്ങായി ഇവിടെ വന്നിട്ട് നിൽക്കുക. സമാധാനമല്ല, കുര്യനെ സോളോ എന്ന് പറഞ്ഞിട്ട് കിട്ടിയാലോ? ബുദ്ധിമുട്ടില്ലെങ്കിൽ വരാൻ പറ. 2 സൂചി കൊടുത്ത അവർ വെറുക്കട്ടെ. ലൈവാണ്, ബുദ്ധിമുട്ടില്ലെങ്കിൽ യു ക്യാൻ ജോയിൻ അസ്. അയ്യോ, ലീക്കായ പരിപാടിയുടെ പേരെല്ലാം സ്പാം ചെയ്യുന്ന ആൾക്കാർ. അല്ല, അത് പറയല്ല, അതല്ല പേര്. സ്ക്രിപ്റ്റ് എല്ലാരും അങ്ങോട്ട് പറയുന്നത് ബുദ്ധികളാ. ഗസ്റ്റിന് ചെയർ കൊടുത്ത ഇരിക്കും ഗൈസ്. അപ്പൊ ഗൈസ്, എടാ ആദിത്യ മര്യാദ ഇത്, എടാ കുരി അണിച്ച് പോടാ. വെൽക്കം ഡ്രിങ്ക് ആദിത്യ മര്യാദ. ഗൈസ് കിംബോയും മനോജ് മാത്രല്ല, നമുക്ക് വേറെ ഗസ്റ്റുകളുണ്ട്. എല്ലാവരായിട്ട് ഇവർക്ക് വന്നതല്ല കേട്ടാ, അങ്ങനെയല്ല. എന്തായാലും പേരെന്തേലും? സൂര്യ ഫ്രം കൊച്ചി, കാക്കനാട്. സൂര്യ ഫ്രം കാക്കനാടാണ് നമ്മളെ ഫിലിപ്പങ്ങളുടെ ഫ്രണ്ട്. വേറൊരു ഫ്രണ്ട് ഉണ്ടല്ലോ, എന്തേലും പേരെന്തായിരുന്നു? അജ്മൽ ഫ്രം ചെർപ്പുളശ്ശേരി. അതെവിടെയാ? പാലക്കാട്. അപ്പൊ ഫിലിപ്പങ്ങള് അങ്ങനെ നിങ്ങൾ എങ്ങനെ ഇവരുമായിട്ട് പരിചയം? ബഷീർ മുഹമ്മദ് ഡൊനേറ്റ് 50 രൂപ ത്രൂ ഗൂഗിൾ പേ. കള്ളമന്ത്രവാദിയെ പുറത്താക്കൂ. കൊണ്ടോട്ടി ആയപ്പോ നിന്നോട് എത്ര കാലമായിരുന്നു പോവാൻ പറയുന്നതാ? ഞാൻ ചോദിക്കട്ടെ, ഫിലിപ്പങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം? അല്ല, കാര്യം പറ, ഉള്ള പോലെ പറ. അപ്പൊ ഇന്ന് പരിചയപ്പെട്ടതാ? എന്തേലും പേരെന്തേലും? സൂര്യ തോമസ്. പുള്ളി നിങ്ങളെ ആർട്ടിസ്റ്റാ? എന്താ പേരെന്തേലും? പേര് ഞാൻ മറന്നു. അജ്മൽ ഫ്രം ചെർപ്പുളശ്ശേരി. ഫുൾ പേരെന്താ? മുഹമ്മദ് അജ്മൽ. അപ്പൊ ആക്ടറോ?
അല്ല നമ്മളെ ബിസിനസ് പാർട്ണറാണ്. ബിസിനസ് പാർട്ണർ? എന്ത് ബിസിനസ്? ഞങ്ങൾ ആക്ച്വലി ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഫേം ഉണ്ട് ഇവിടെ. ആർക്ക്? എനിക്ക് ഫേമാ? ഞാൻ അപ്പൊ പറഞ്ഞപ്പോൾ ആര്? നമ്മളെ വലിപ്പങ്ങളാ? മാർക്കറ്റിംഗ് അല്ല. നമ്മളെ പൊട്ടം വലിപ്പങ്ങളാ? എന്നാ പിന്നെ ലുലു എന്റെതാണ്. പിന്നെ കുര്യൻ ഡബ്ല്യു. ഇത് ഗസ്റ്റ് വന്നിട്ടും കുര്യനാണല്ലോ ഡബ്ല്യു. ഓ, റീൽ കാണുന്നോ? റീൽസ് ഉണ്ടോ? റീൽസ് എടുക്കലുണ്ടോ? ആ, സിനിമയിൽ അഭിനയിച്ചോ? ആണോ? അപ്പൊ ആദ്യത്തെ സിനിമ ഇറങ്ങുന്നേ ഉള്ളൂ. സീരിയൽ ആർട്ടിസ്റ്റ് ആണോ? ഫേമസ് ആൾക്കാർ നീ മാത്രം ഇങ്ങനെ എനക്ക് വന്ന് ഫിലിപ്പങ്ങൾ ഫേമസ് അല്ലാത്തതുകൊണ്ട് ഫിലിപ്പങ്ങൾ ഇങ്ങനെ കുറെ ഫേമസ് ആൾക്കാരെ ഫ്രണ്ട്സ് ആക്കില്ല. ഇതാന്ന് ഇയാളെ പണി ഇതാണോ? അല്ല അല്ല, ഇയാൾക്കോ ഫേമസ് ആകാൻ പറ്റുന്നില്ല. ഗോസ്റ്റ് ഇഷ്യൂ എന്താ? പരമേശ്വരൻ ഇവിടെ ഉണ്ടേ. എടാ ഗോസ്റ്റ് നീ മുണ്ടണ്ട. ഈ ഷെമീറാണ് പരമേശ്വരനെ ഇതാക്കിയത്. അതിന്റെ ശേഷം പരമേശ്വരനെ എടാ ഞാനൊരു കാര്യം പറ്റാ, ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. ഒരു വീഡിയോ ഞാൻ കണ്ടിന്. എങ്ങനെ? റാംബോ അതിന്റെ ഇടയ്ക്ക് ചൂണ്ടിടാൻ നോക്കിയാ. റാംബോ നൈസായിട്ട് ചൂണ്ടിടാൻ നോക്കിയാ. ഇവൻ ഇൻസ്റ്റാഗ്രാം ഐഡിയെല്ലാം ചോദിക്കും കൊടുത്തത്. കൊല്ലത്താണോ? റാംബോ ഊംഫി എന്ന് പറയുന്നുണ്ട്. റാംബോ ഊംഫി. കുര്യാക്കോസ്. ഇതെന്താ കുര്യാക്കോസിന് ഫുള്ള് തീയും പുകയും? എന്റെ പേര് കുര്യാക്കോസ്, ഇന്ന് കൊച്ചിക്ക് ഞാന് ബോസ്. എന്നിട്ട് ഗൈസ് അപ്പം എന്നിട്ട് എന്തെല്ലാം കഥ പറ. എന്നിട്ട് ഇവരെ കുറിച്ച് പറ. നിന്റെ ഫ്രണ്ട്സ് അത് നീ ഓൾറെഡി പറഞ്ഞു. നിങ്ങൾ കഴിവുണ്ടോ? അല്ല ഇവിടെ പെർഫോം ചെയ്യാൻ എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ മാജിക്കാ? അയ്യോ, മാജിക് വേണ്ട. അത് വേണ്ട. ഗോസ്റ്റ് അതാടാ ഗോസ്റ്റ്. അവിടെ ഈ വീട്ടിൽ ശരിക്കും പ്രേതം ഉണ്ടെന്ന് തോന്നട്ടോ. ഒരുത്തന് നമ്മളിവിടെ കാണാൻ വന്ന ഒരുത്തന് ഇവിടുന്ന് വീഡിയോ എടുത്ത് അതായത് പാതിരാത്രി എപ്പോ വന്നിട്ട് ഇവിടുന്ന് വീഡിയോ എടുത്തിട്ട് ആ വീഡിയോയിലുണ്ട് ബാക്ക്ഗ്രൗണ്ട് ചിലങ്ങിന്റെ സൗണ്ടടാ. അത് എഡിറ്റ് ചെയ്ത് കയറ്റിയാണെന്ന് എനിക്ക് സംശയമുണ്ട്. അത് പിന്നെന്തിന്റെ സൗണ്ട്? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് കൊരിയ ഇൻ ലോകെ. എടാ ലോകയിലെ ക്യാരക്ടർ. എടാ നീ അതുപോലെ ഇരുന്ന് നീ ലോക കണ്ടിട്ടില്ല. നീ കണ്ടില്ല. നീ ഒന്ന് ബാക്കിലേക്ക് കിടക്ക്. എന്നിട്ട് ഇങ്ങനെ കൈ മടക്ക്. എന്നിട്ട് വെറുതെ ഉണ്ടാണ്ട് കിടക്ക്. അല്ല കടക്കണ്ട. മമ്മു പുതുക്കി മാറിയ കറക്റ്റ് അല്ലേ? ലോകയിലെ മറ്റേ ക്യാരക്ടർ എന്താന്ന് അതിന്റെ പേരില്ല ചങ്ങായിക്ക് ഒരു ഡയലോഗും ഇല്ല. ലോക കാണാത്തവർക്ക് പറഞ്ഞില്ല. ചങ്ങായിക്ക് ലോക പടം തീരുന്നവരെ ഒരു ഡയലോഗ് പോലും ഇല്ല, ഒന്നുമില്ല. ഇങ്ങനെ ഇത് സിറ്റുവേഷൻസ് നടക്കുമ്പോൾ ബാക്കിൽ ഒരാൾ ഇങ്ങനെ ചെയറിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. പക്ഷെ അയാളെ കാണുമ്പോൾ നമുക്ക് ചിരി വരും. മൊത്തം സിനിമ കഴിയുന്നവരെ ഇയാളുണ്ട്. ഇടക്കിടക്ക് ആയിട്ട് ഇയാളെ സീൻ കാണിക്കും. കറക്റ്റ് അതുപോലെയല്ലേ കുര്യാക്കോസ് മോനെ കോപ്പി അടിക്കുന്നതാ. പക്ഷെ ലോകം ഇപ്പൊ എല്ലാം അറിയാം. കുര്യാക്കോസ് മുന്നേ ഇങ്ങനെയാണല്ലോ. കുര്യാക്കോസിന് അവര് കോപ്പി അടിച്ചത്. ശരി, ലോകന്റെ ടീം ഇവിടെ വന്നെന്ന് പറയുന്നത്. ലോകന്റെ ടീം ഇത് കാണുന്നുണ്ടാവും. അല്ല അപ്പൊ ഷെമീറിനല്ലേ കോപ്പി അടിക്കുള്ളൂ. ഓ ലോകം എന്നാലും ഏതാ പോടല്ലടാ. എന്തെങ്കിലും ഡിസ്റെസ്പെക്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ഇവിടെ വന്നിട്ട്? പ്രശ്നമുണ്ടോ? അപ്പൊ അല്ല എന്തെങ്കിലും തുറന്നു പറയണോ? ആണോ? അല്ല ഞാൻ ഇവിടെ കാര്യങ്ങൾ ചെയ്തോണ്ട് ഞാൻ കണ്ടില്ല സത്യം പറഞ്ഞ. ഇവിടെ ഞാൻ ഇങ്ങനെ സൗണ്ട് ചെക്ക് എല്ലാം ചെയ്യുന്ന സൗണ്ട് കേട്ടിട്ടില്ല. ഇങ്ങനെ ഹലോ ചെക്ക് എല്ലാം കണ്ടിട്ടില്ല. അപ്പം ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ സൗണ്ട് ക്യാമറ ഇതെല്ലാം ചെക്ക് ചെയ്യണം. അപ്പൊ തിരക്കായി പോയി. ഫീലായോ? പിന്നെ എന്നിട്ട് സൂര്യ എന്ത് ചെയ്യുന്നല്ല? സോറി, സൂര്യ മാരീഡാ? സിംഗിളാ? നല്ല ബോയ് ഫ്രണ്ട് ഉണ്ടോ? ബോയ് ഫ്രണ്ട് ഇല്ല ഇപ്പൊ ഇല്ല. അപ്പൊ ബ്രേക്കപ്പ് ആയിട്ട് എത്ര ദിവസമായി? പേഴ്സണൽ ക്വസ്റ്റ്യൻസ് വേണ്ട. ഓക്കെ, അതാ നല്ലതല്ലേ.
എന്നിട്ട് അപ്പൊ വേറെ അൺകംഫർട്ടബിൾ ഒന്നും ഇല്ലല്ലോ അങ്ങോട്ട് ഇരിക്കുന്നതിന്. യു ക്യാൻ റിലാക്സ്. അവിടെ പോയിരുന്നോ എന്തെങ്കിലും? അല്ല ഇതെന്താ അപ്പൊ ഇവിടെ ഇരിക്കുന്നതിൽ ശരിക്കും അൺകംഫർട്ടബിൾ ആയിരുന്നോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയണം. ആണോ? നിങ്ങളിഷ്ടം. അതാ ഞാൻ പറഞ്ഞത് ആദ്യം ഇങ്ങോട്ടേക്ക് വിളിക്കുമ്പോ അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം ലൈവിലേക്ക് വന്നോ, അതാ ഞാൻ പറഞ്ഞത്. ഓക്കെ, എനിവേസ് ഹാല മാഡ്രിഡ്. ഇതെന്താ കുര്യാക്കോസാണ് ഇന്നത്തെ വിഷയം. ഇന്ന് കിംബോയും മനോജും വരുന്നുണ്ടേ മുത്ത. ഞാൻ കാര്യം പറയാല, ഇതുവരെ കുര്യാക്കോസ് നിങ്ങളിവിടെ വെറുതെ ഇരുന്ന് പോസ്റ്റ് ആണ്. അവിടെ പോയിരുന്നു അല്ലെങ്കിൽ ബാക്കിലിരുന്നു, കുഴപ്പമില്ല. അല്ല എനിക്കെന്തോ നിങ്ങളിവിടെ സൂര്യ ഹാർട്ട് അതാ പോവല്ലേന്ന് പറയുന്ന ഇത് ഞാൻ പറയുന്നല്ല, ഇതാ ശരിക്കും ചാറ്റിൽ ഇതേ നിക്ക് ഇപ്പൊ മുകളിൽ കണ്ടിരുന്നല്ലോ. ഇതാ പോവല്ലേ, ഇതൊക്കെ അയ്യോ പോവില്ല. ഇതാ സൂര്യ ഹാർട്ട് ഇപ്പൊ എവിടെയോ കണ്ടല്ലോ. ഇതാ സൂര്യ ഹാർട്ട് കണ്ടോ? ഞാൻ പറയുന്നല്ല, ഇനി ഞാൻ പറയുന്നത് വിചാരിക്കരുത്. എൽ റിസെന്നോ താരം എൽ റിസ് എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ ഇവിടെ റിസപ്പ് ചെയ്യാൻ നിൽക്കുന്നതല്ല മോനെ, ഞാൻ ഇവിടെ റിസപ്പ് ചെയ്യാൻ നിൽക്കുന്നതല്ല. എൽ റിസ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അല്ല എൽ റിസ് എന്ന് പറയുന്നതല്ല. എന്താ സൂര്യ വാ മങ്കില് പോലെ ആക്കിയാലോടാ. ഇവരെന്താ ഇങ്ങനൊരു പ്രത്യേക തരം ക്യാരക്ടർ അല്ല. ഫുള്ള് സൂര്യ. എന്നിട്ട് സൂര്യക്ക് എന്തെങ്കിലും ലോകത്തിനോട് എന്തെങ്കിലും പറയാൻ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ റാംബോ ഇല്ലേ സൂര്യ ഒന്ന് പ്രപ്പോസ് ചെയ്യട്ടെ. ഞാൻ ഇതുവരെ പ്രപ്പോസ് ചെയ്യുന്നത് കണ്ടില്ല. പ്ലീസ് ഞാൻ പ്രപ്പോസ് ചെയ്താല് ഇത് കഴിഞ്ഞിട്ട് പറയടാ, എനിക്ക് ഇപ്പൊ പ്രപ്പോസ് ചെയ്യുന്നത് കാണണം. ഈ ഒരു ലുക്ക് വെച്ചിട്ട് ഈ ഒരു അല്ല ഞാൻ ചോദിക്കട്ടെ, സൂര്യ ഇപ്പൊ ഒരു ചാലഞ്ച് വെക്കുന്നത്, പ്രപ്പോസൽ ചാലഞ്ച്. അങ്ങനെ വെക്കുകയാണെങ്കിൽ ആര് പ്രപ്പോസ് ചെയ്യണം സൂര്യന? ഈടുള്ള ഒരുത്തരും അപ്പൊ സൂര്യ കാര്യങ്ങൾ പറഞ്ഞു വരുന്നുണ്ടെങ്കില് ഞാൻ പിന്നെ നീ ഇപ്പൊ ഇത്രയും വലിയ ആൾക്കാരുടെ ആളല്ലായി പോയാ പോസ്റ്റ് കേട്ടപ്പോ പിന്നെ ഇതെന്തേ ആലമാഡ്രിഡ് വരുന്നുണ്ട്. ഈ കുര്യാക്കോസിന്റെ കാണുന്നില്ല. വിസ്ക മാർക്കല്ല, വിസ്ക മാർക്കോലോ ബാർസാന്ന് പറയാൻ പറ്റും. ഇവനെ അറിയില്ല. ചാൻസ് ഉണ്ടാ അല്ല ഇവര് പാഷൻ ഇത് കോൺസെൻട്രേറ്റ് ചെയ്യണം അല്ലേ? ആണോ? അല്ല നമ്മളും അങ്ങനെ തന്നെയാ. നമ്മളിവിടെ ആർക്കും ഗേൾ ഫ്രണ്ട് ഇല്ല. നമ്മളീ കൂട്ടത്തിലുള്ള നമ്മളെല്ലാരും കരിയറിൽ ഫോക്കസ് ചെയ്യും. എനിക്കുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ കരിയർ പെണ്ണാന്ന് മാത്രം. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. ഓക്കെ, റാംബോ പ്രപ്പോസ് ചെയ്യട്ടെ ഫോട്ടോ. അല്ല ഫിലിപ്പ് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തല്ല. അല്ല അറിയുന്ന പോലെ അല്ല സൂര്യക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം. ഇതൊരു അഭിനയമായിട്ട് അല്ല സൂര്യ നന്നായിട്ട് അഭിനയിക്കോ? എന്നാ നമുക്ക് റോൾ ചെയ്താലോ? റോൾ ചെയ്യാം. എനിക്കും അഭിനയം പഠിക്കണം എന്നുണ്ട്. അല്ല അത് കുഴപ്പമില്ല. ഇവിടെ വരുമ്പോ എപ്പോഴും റാംബോ അങ്ങോട്ട് ഓടി നടക്കാൻ കുറെ കാര്യം ഇതെന്താ ഇവര് മൈക്കും കയ്യിൽ കാണിക്കുന്നത്? ഒരു മിനിറ്റ് ഇത് മേഘത്തിനായിട്ട് സങ്കല്പിക്കുന്നത് കൈ പിടിച്ചാ മതി. എന്നാ കത്തിക്കട്ടെ. ഓക്കെ
അപ്പൊ ഇവിടെ നടക്കാൻ പോകുന്ന സുഹൃത്തുക്കളെ, റാംബോ ധൈര്യശാലിയായിട്ട് റാംബോക്ക് വരെ പെണ്ണ് കിട്ടുമോ സൂര്യനെ പ്രപ്പോസ് ചെയ്യാൻ പോയെന്ന്. ഇവന്റെ മുഖത്ത് അത്രയും പേടി നമുക്ക് കാണാം, പക്ഷെ ധൈര്യം സംഭരിച്ച് റാംബോ പ്രപ്പോസ് ചെയ്യാൻ പോയെന്ന്. സൂര്യക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? എനിക്ക് ധൈര്യമില്ല, പ്രപ്പോസ് ചെയ്യാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. റാംബോക്ക് പെണ്ണ് കിട്ടുമോ എന്നുള്ള ചോദ്യമാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. ആ കണ്ണറിട്ടില്ല, ഇനി ഐ കോണ്ടാക്ട് ചെയ്യണ്ട, അപ്പൊ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഷെമീർ ഇപ്പൊ അടുത്തത് ഓനെ പറയുന്ന വിചാരിച്ചിരിക്കാട്ടാ. Propose ചെയ്യാനേ. ഓക്കെ, എങ്ങനെയുണ്ട് ആഗ്രഹം? എന്നോട് ചെറിയ ക്രഷ്. തുടങ്ങിക്കോ. ചെറിയ ബീജം ഇട്ട് കൊടുക്കണ. ഓക്കെ. മുഖത്ത് വെക്കണം. ഒരു ഏതാ ബീജം പറ. തട്ടത്തിമറത്ത്. അല്ല, തട്ടത്തിമറത്ത് വേണ്ട. ഇതൊന്നും വേണ്ട, തട്ടത്തിമറത്ത്. ആ ഓക്കെ, തട്ടത്തിമറത്ത്. ആ അതന്നെ. അങ്ങനെ നീ കണ്ണു നോക്കി ഇതിനധികം നോക്കണ്ട. അല്ല എന്റെ മോനെ റൊമാൻറ്റിക് ഒന്നുകൂടെ റൊമാൻറ്റിക് അല്ലേ? എടാ എല്ലാരും ഒന്ന് മാറിയാ. വേഗം നോക്കേ. എന്തൊരു ബുദ്ധിയാണോ നീ? നോ എന്ന് പറയുന്ന ചാറ്റ് ഇല്ല കുഴപ്പമില്ല, ചെയ്തു. സൂര്യ അൺകംഫർട്ടബിൾ ആണെന്നൊക്കെ പറയണം. കുഴപ്പമില്ലാന്നാ പറയുന്നത്. അപ്പൊ അൺകംഫർട്ടബിൾ മാർക്ക്. ഇല്ല അത് ശരിയല്ല, അത് പറയാൻ പറ്റില്ല. അല്ല, ഇനി അഥവാ അവൾ അൺകംഫർട്ടബിൾ ആണെങ്കിലും ഒക്കെ പറയാൻ പറ്റില്ല. അങ്ങനെയുണ്ട് അല്ല, അങ്ങനെയുണ്ട്. അതെല്ലാം നമ്മൾ മുഖത്തുനിന്ന് മനസ്സിലാക്കണം. അപ്പൊ എനിവേസ് ഗൈസ് അപ്പം റാംബോ ബ്ലസ്സിങ്ങോ ഏത് ഈ 47 വയസ്സുള്ള സ്വന്തമായിട്ട് ഇയാൾ ഇവൻ ബ്ലഷ് ചെയ്യാൻ വേണ്ടിട്ട് ഒന്ന് പ്രപ്പോസ് ചെയ്ത് കാണാൻ വേണ്ടിട്ടാ. എന്ത് എന്റെ പരമോനെ വരെ അപമാനിച്ചു. പൊന്ന് ഫിലിപ്പേ, ഞാനൊരു കാര്യം പറ്റേ, ഓള് നിന്റെ ഫ്രണ്ടാവും. ഓള് അൺകംഫർട്ടബിൾ ആണ് നോക്കേണ്ടത് നിന്റെ ജോലിയാണ്. എന്നിട്ട് നീ ഇവിടെ എന്താ ചെയ്യുന്നത്? അല്ല പിന്നെ ഒരു കാര്യം ചെയ്യണം, എല്ലാരും ഒന്ന് മാറണം. അങ്ങനെയാണോ? ഓക്കെ, എല്ലാരും മാറും. എല്ലാരും പോയാ. അല്ല, സൂര്യ കുറച്ചങ്ങോട്ടിരിക്കോ സൂര്യ, കുറച്ച്. എടാ അങ്ങോട്ട് പോയാ നീ എന്താ? ആ ഓക്കെ ഓക്കെ. അല്ല എല്ലാരും മാറും. പോയ ഇതാ. അല്ല ഇപ്പൊ അൺകംഫർട്ടബിൾ കുറയോ? ഓക്കെ, റെഡി. ഇങ്ങളെല്ലാം മാറ്, ക്യാമറ മാറ്. എന്താ പേര്? എവിടെ സ്ഥലം? ഉണ്ടാടുക. അപ്പൊ ജീവിതത്തിനെ കുറിച്ച് എന്താണ് മുന്നോട്ടുള്ള കാഴ്ചപ്പാടുകൾ? അല്ല, ഒരു ആളെ കുറിച്ച് ഇങ്ങനെ രീതിയിലുള്ള ഒരാളാണെന്നുള്ളൊരു ഇതുണ്ടാവില്ലേ? നീ എന്താടാ പറയുന്നത്? അങ്ങനല്ല, അതായത് എന്റെ ഭാവി പുരുഷൻ അല്ലെങ്കിൽ അല്ല, അങ്ങനെ ഒരു ഇതുണ്ടാവില്ലേ ഉള്ളു, മനസ്സിലൊരു സങ്കല്പം ഉണ്ടാവുമല്ലോ. ആ സങ്കല്പം ഒന്ന് പറയാമോ? ക്യാരക്ടർ സിംഗാണോ? ലുക്ക് അല്ലെങ്കിൽ ഹൈറ്റ് അതൊന്നും കാര്യമല്ല. കണക്ഷൻ ഫീൽ ചെയ്യണോ? അപ്പൊ ഞാനുമായിട്ട് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ? ആ, അപ്പൊ കുറച്ച് കഴിഞ്ഞാ വരുമായിരിക്കും അല്ലെ? കണ്ടപ്പോ എന്നെ ഇഷ്ടപ്പെട്ടോ? അന്ന
സാധാരണ ഒരു പയ്യൻ അങ്ങനല്ല, മീൻസ് എല്ലാവരും കാണുന്ന പോലെ തന്നെ കണ്ടു. ഒരു പ്രത്യേകത ഞാൻ കാര്യമായിട്ട് നോക്കിണ്ടായിരുന്നു. ഇനി നോക്കിക്കോ. ഈശ്വരാ, ഞാൻ എണീക്കണം. എന്തിനാ നോക്കാനാണോ? ആ അത് നോക്കല്ല, എനിക്ക് പേടിയാവും. അയ്യോ, അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങള്? ഡേറ്റ് ഉറപ്പിക്കട്ടെ. എന്ത് ഡേറ്റ്? ഇത് നമ്മുടെ കല്യാണത്തിന്. അങ്ങനെയല്ല, എന്നെ ഇഷ്ടപ്പെട്ടാ? അതെങ്ങനെ ഇഷ്ടപ്പെടാ? കുറച്ച് കഴിയുമല്ലോ, ടൈം എടുക്കും. അങ്ങനെ ഒരാൾ ഫസ്റ്റിനെ കാണുമ്പോ തന്നെ നമുക്ക് എങ്ങനെ ഇഷ്ടപ്പെടാം? ഓക്കെ, എന്നാ അത് വേണ്ട, ഐ ഡി തരുമോ? ഏതാ? ഇൻസ്റ്റാഗ്രാം ഐ ഡി. ഐ ഡി കിട്ടിയിട്ടുണ്ട്. ഒത്തേ കാര്യമില്ല, ഞാൻ മെസ്സേജ് നോക്കാൻ അല്ല, എനിക്കൊരു ഫോളോവർ ഒക്കെ കിട്ടൂലോ. സൂര്യ തോമസ് SURYTHOMAS. ഏതാണ് ആ ഫസ്റ്റ് തന്നെ കാണുന്ന വെള്ള സൈഡ്? ഓക്കെ. ആ, അപ്പോൾ ഞാൻ മെസ്സേജ് അയക്കാം. ഇഷ്ടമുണ്ടെങ്കിൽ തിരിച്ച് മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ ഇതേ ഷമീറിനെ ഏൽപ്പിച്ച പണി ഷമീർ വൃത്തിയായിട്ട് അങ്ങ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബൈ. മെസ്സേജ് നോക്കാറില്ല. അപ്പൊ ചാറ്റ് പറയട്ടെ. ഇതോ സൂര്യ ആക്ടിങ് ചെയ്യും. നമുക്ക് ആക്ട് ചെയ്യാം. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ പറ. എനിക്ക് ഞാൻ ഭയങ്കര ഈ കൂട്ടത്തില് ഏറ്റവും നല്ല ആക്ടർ ആണ്. പറ. ഇവിടെ ഏറ്റവും നല്ല ആക്ടർ ഞാനാണ്. ഒരു സിറ്റുവേഷൻ പറ, ഞാൻ സൂര്യ ആക്ട് ചെയ്ത് കാണിക്കാം. എന്താ പറയുന്നത്? ഇതെന്താ W റിസൺ? ഇതാണോ നിങ്ങളുടെ നാട്ടിൽ ഇതിനാണോ W എന്ന് പറയുന്നത്? ഇതാണോ W? ഇതാണ് ശരിക്കുള്ള W. അത് ക്രിഞ്ച് ആൻഡ് ഓക്വേർഡ് ആണ് ഷമീറിന്റെ പ്രപ്പോസൽ. അയ്യേ, അല്ല ഒരാള് ചെയ്തോ പിന്നെ ചെയ്യരുത്. ചറവറ പ്രപ്പോസൽ അത് മോശം അല്ല, അത് ഒരുമാതിരി അല്ല. അല്ലേ? ആണ്, കണ്ടോ? ഒരാള് പ്രപ്പോസ് ചെയ്തോ? ഇല്ല, ഇഷ്ടാന്ന് പറഞ്ഞോ? എനിക്ക് എല്ലാവരും ഇഷ്ടം. കൂടുതൽ ഇഷ്ടം അങ്ങനെ പറയാ, എന്നോട് സ്വകാര്യം പറയാ. കുര്യൻ പ്രപ്പോസ് നടന്നു. കുര്യൻ ഒരു അക്ഷരം ഉണ്ടല്ലോ. കുര്യൻ ഇവിടെ ഇരുത്തിയിട്ട് പോയിട്ടുണ്ടല്ലോ. കുര്യൻ ഇവിടെ ഇരുത്തിയിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, അതായത് നിന്നെ റിജക്ട് ചെയ്യണം. പറ്റുമോ? ആക്ടിങ് ഇത് ഓക്കെ ആക്ടിങ് അല്ലല്ലോ. അല്ല, ഇവിടെ ആക്ച്വലി ആക്ട് ചെയ്യും. ഇവൾക്ക് നിന്നെ വേണ്ട, പക്ഷെ നീ അങ്ങോട്ട് ഇങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ ഇതാക്കണം. പറ്റുമോ? ഓക്കെ, കാണാൻ പറ്റും. അപ്പൊ ആക്ടിങ് കാണാൻ പറ്റും. ഞാനും ആക്ട് ഓക്കെ. റെഡി. ഇമോഷണൽ. എന്താ വേണ്ടേ? അതായത് നിനക്ക് എന്നെ വേണ്ട. എനിക്ക് വേണ്ട. അപ്പൊ അതായത് ഇനി പ്രത്യേകിച്ച് അഭിനയിക്കേണ്ട അപ്പൊ ഞാൻ നിന്നെ കൺവിൻസ് ചെയ്യുന്നു എന്നെ തിരിച്ചെടുക്കാൻ വേണ്ടിട്ട്. അതാണ് സീന്. എൻഡിങ് എന്താ വേണ്ടെന്ന് തന്നെയാണോ? അതെ, വേണ്ടത് തന്നെ. അല്ലെങ്കിൽ വേണമെങ്കിൽ എൻഡിങ് ലാസ്റ്റ് ഹാപ്പി എൻഡിങ് ആക്കാം. നമുക്ക് ലാസ്റ്റ് നമ്മൾ കെട്ടിപ്പിടിക്കുന്നു. തമാശ അല്ല, അതായത് ഒരു സാഡ് എൻഡിങ്. അതാണ് സംഭവം. അതായത് ചില ഇമോഷണൽ മൂവീസിന്റെ ലാസ്റ്റ് ഇല്ലേ, 3 years ആയിട്ട് നിങ്ങൾ അവനിക്ക് തന്നെ ഭയങ്കര പിരിയാൻ പറ്റില്ല. പക്ഷെ നീ എന്ത് ചെയ്യാണ്? എവിടെ മിണ്ടാണിക്കട, ഇവിടെ ഒരു ഇത് ആക്ടിംഗ് ക്ലാസ് ആണ്. നീ എന്ത് ചെയ്യാണ്? നീ എന്ത് പറയണേ? എനിക്ക് വേണ്ട, എനിക്ക് നിന്റെ സാഹചര്യം ഇപ്പൊ നിനക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഒന്ന് പോന്നൊക്കെ പറയണേ. വലിച്ചു കയറണം. അപ്പൊ നീ എന്ത് ചെയ്യണം? കരഞ്ഞ് അഭിനയിക്കണം കേട്ടോ.
അല്ല നിക്ക് ക്യാമറ റോളിങ് ഇപ്പഴേ പറയല്ലേ, നിക്ക് ഞാൻ ആലോചിക്കട്ടെ. ഇതിലേതാ മ്യൂസിക് ഏതായാലും പറ്റുവാ? അഭിലാഷത്തിൽ കറക്റ്റ് അങ്ങനെയാണല്ലേ. അഭിലാഷത്തിൽ ഏത് പാട്ടോ? കൽബിനംഗമയാ ഇതല്ലേ? കൽബിനംഗമയല്ലേ? ഓക്കെ, നീ സ്റ്റാർട്ട് ചെയ്യണം, കാരണം നീയാണ് പ്രൊഫഷണൽ ആക്ടർ. ഞാൻ പിന്നെ എടാ നിങ്ങളെല്ലാം മാറ്. ഇതെന്താ? ആ അല്ലെങ്കിൽ എണീച്ചെന്നിട്ട് ചെയ്യാം. ഇത് ചിരിക്കാൻ പറ്റില്ല, ഇമോഷണൽ ആണല്ലേ. ആ നിന്റെ ആക്ടിങ് കഴിവ് തെളിയിക്കാനുള്ള വേദിയാണ് അത്. ഓക്കെ, 96ഓ? 96. നോ നോ നോ, ഇതെന്താ എല്ലാരും നോ 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 എന്ന് പറയുന്നത്? 96ഓ? ഓ ആ പാട്ട്. അതിലേത് പാട്ടാ? അത് ബ്രേക്കപ്പിന് പറ്റിയ പാട്ടല്ല. എനക്കോ നിന്റെ ഇടയിലാണ് കിംബോയും മനോജും കേറി വരാം. കിംബോയ് കേറി വരും. ആ ഇതല്ലേ? ഓക്കെ, റെഡിയാ? ആക്ഷൻ! തൊപ്പി ചിരിക്കണം. വൺ സെക്കൻഡ് സോറി, ഞാൻ ആദ്യം ഫസ്റ്റ് ടൈം ആക്ടിങ്, സോറി. ഓക്കെ, റെഡി? എടാ നിങ്ങളെ എടാ എന്താടാ എടാ ഇത് നടക്കൂല. ഇവര് മോനെ എന്താ റിയൽ ആക്ടർ തൊപ്പിയിൽ നിങ്ങളിപ്പോ കാണും. ആക്ഷൻ! തൊപ്പി ഇതുവരെ നിനക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഇല്ല, നീ ഞാൻ തിരിച്ച ഞാൻ തിരിച്ചില്ല. ഓളെ തിരിച്ചില്ല. നടക്കൂല. മാനം കളയല്ല, മര്യാദയ്ക്ക് അഭിനയിക്കുക. ഓക്കെ, റെഡി? ഷീസ് നോട്ട് കംഫർട്ടബിൾ, പ്ലീസ് ലീവ് ഹർ. അല്ല, എങ്ങനെ പറയുന്ന ആൾക്കാർ? സൂര്യ തന്നെ പറ, സൂര്യ കംഫർട്ടബിൾ അല്ലാന്ന് അവര് പറയുന്നു. ഞാൻ കംഫർട്ടബിൾ ആണ്. കേട്ടല്ലോ ഒരു കാര്യം മറ്റൊരു വർത്താനം പറയുന്നത്. നമ്മളിവിടെ ഒരു ഇത് കലാപരമായ വേദി നടത്തുമ്പോ നിങ്ങളിവിടെ വന്നിട്ട് ഓക്കെ റെഡി ഡാൻസ് ഒന്നുമില്ല, ഇത് ആക്ടിങ്. എണീച്ച് പോടേന്നാ. ആഹാ, നിക്ക്. ഓക്കെ, തുടങ്ങിക്കോ. സൂര്യ, ഞാൻ പറയുന്നത് കേക്ക്. സൂര്യ പ്ലീസ്, എനിക്ക് ഒരു ചാൻസ് കൂടി ഇതാ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. തൊപ്പി, നിന്നെ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നീ ഇന്നേ വരെ ഞാൻ പറഞ്ഞ കേട്ടിട്ടില്ല. എത്ര കാലമായി സൂര്യ ഞാൻ ഇങ്ങനെ. നിന്റെ കാര്യം മാത്രം നിനക്ക് നോക്കിയ പോലെ എന്റെ കാര്യം നീ എന്തെങ്കിലും നീ ചിന്തിച്ചിട്ടുണ്ടോ? നിന്റെ കാര്യം നോക്കുന്നോണ്ടല്ലേ ഞാൻ പറയുന്നത്. ഞാൻ നന്നായിട്ട് ചെയ്തു. ഇല്ല, ഇത് ശരിയല്ല. നീ ഇതിനപ്പുറത്തോണ്ടോ ബ്രോ? ഓനൊന്ന് പിടിച്ചു നോക്കണം. ഇങ്ങോട്ട് ഇതാക്കല്ല, ഇങ്ങോട്ട് വിടല്ല കേട്ടോ. എടാ സൂര്യ നല്ല ആക്ടിങ് ആയിരുന്നു, അടിപൊളി ആക്ടിങ് ആയിരുന്നു. അത് പെട്ടെന്ന് ഇതായിരുന്നു. ഞാൻ ആണോ? താങ്ക് യു. ഓക്കെ, എന്നാ പിന്നെ റിയൽ ആയിട്ട് അങ്ങ് പോവാലേ. ഫുൾ അങ്ങ് ഇമോഷണൽ പോട്ടെ. സൂര്യ, എനിക്ക് ഒരു ചാൻസ് കൂടി തോ. ഇല്ല തൊപ്പി, നീ ചാൻസ് എപ്പോഴും പറയുന്നത്. ഇനി നിനക്ക് ചാൻസ് വേണോ? ഞാൻ എന്ത്? എനിക്ക് നീലാണ് ജീവിക്കാൻ പറ്റില്ല. ഇതുവരെ നിനക്ക് എന്നെ
മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് തൊപ്പി. മനസ്സിലാക്കുന്നോണ്ടല്ലേ ഞാൻ പറയുന്നത്. ഞാൻ എത്ര കാലം എന്തൊക്കെ ഞാൻ ചെയ്ത് എന്റെ ചങ്ക് പറിച്ച് ഞാൻ കാണിച്ചു തന്നില്ലേ? എന്നൊന്ന് മനസ്സിലാക്ക് തൊപ്പി. ഇല്ല, ഒരു ചാൻസും കൂടി ഒരു ചാൻസും കൂടി എനിക്ക് താല്പര്യ. എത്ര ചാൻസ് നിനക്ക് തന്നേ? നീ എപ്പോഴെങ്കിലും എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? സൂര്യ, എനിക്ക് മനസ്സമാനത്തിൽ ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ എത്ര കാലം സമാനത്തിൽ ഉറങ്ങിയിട്ട്? ഞാൻ എത്ര കാലമായി മനസ്സമാനത്തോട് ഉറങ്ങിയിട്ട്? നിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പരമാവധി അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി. നീയാണ് എന്നെ വേണ്ടാന്ന് പറയുന്നത്. പിന്നെ എങ്ങനെ നിന്റെ സമാധാനം പോ? ഞാൻ എപ്പോഴാ വേണ്ടാന്ന് വേണ്ടാന്ന് പറഞ്ഞു തുടങ്ങി തൊപ്പി. എപ്പോഴാ വേണ്ടാന്ന് അതെനിക്കറിയില്ല. പക്ഷെ നീ ആണല്ലോ പറഞ്ഞത്. ഞാൻ നിന്നെ വേണ്ടാന്ന് പറഞ്ഞോ? ഞാൻ ഇതുവരെ നിന്നെ വേണ്ടാന്ന് പറഞ്ഞോ? എത്ര തവണ ഞാൻ ഇങ്ങനെയാണ്, ഞാൻ വ്യക്തി ഇങ്ങനെയാണ്, നീ ഇങ്ങനെയാന്ന് മനസ്സിലാക്കി എന്തോ ഒരു നേരം എത്ര നാൾ നിന്റെ കൂടെ നിന്നുണ്ട്. നീ എന്താ എന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത തൊപ്പി? ഞാൻ തമാശല്ല. ഈ നാറി, ഈ ഷമീർ എന്ന് പറഞ്ഞ നാറി അല്ലല്ല, നിങ്ങൾ ക്യാമറയിൽ ബാക്ക് അടിച്ച് ചോദിക്കോ. ഞാൻ അടുത്ത ഡയലോഗ് പറയാൻ നിൽക്കുമ്പോ ഇവൻ ബാക്ക് നിന്ന് ചിരിച്ച് എന്നെ നോക്കിയിട്ട് ഇങ്ങനെ എന്തെല്ലോ കോപ്രായം കാണിക്കാന്ന്. ഇല്ല എന്നെ കൊണ്ട് പറ്റുന്ന ഞാൻ ചെയ്തു. സൂര്യ പിന്നെ പ്രൊഫഷണൽ ആണല്ലോ. അല്ല ഞാൻ പ്രൊഫഷണൽ ഒന്നല്ല, എനിക്ക് പറ്റുന്ന ഗുണ്ടകളല്ല. സപ്പോർട്ട്. പിന്നെ അല്ല നമുക്ക് പറ്റുന്ന പോലെ ഞാൻ ചെയ്തു. ഞാൻ കാര്യം പറയാം. ആണോ? താങ്ക് യു. ഷമീറിന് അസൂയ. ദ കംപ്ലീറ്റ് ആക്ടർ. മമ്മൂട്ടി വരെ ചോദിച്ചാൽ ഇതാണ് തൊപ്പിയത്. ഓസ്കാർ കമ്മിറ്റി വാണ്ട്സ് ടു നോ യുവർ ലൊക്കേഷൻ. എന്തിന് വന്നിട്ട് അടിക്കാനായിരിക്കും? ഇവിടെ വന്നിട്ട് അടിക്കാനായിരിക്കും. വേറെ എന്തിനാ ചോദിക്കുന്നത്? അല്ല, ഞാൻ കാര്യം പറയല. അല്ല എനിക്ക് തീരുന്നവര് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം. സൂര്യന്റെ പെർഫോമൻസിൽ ഞാൻ വെറും ഒരു സൈഡായിരുന്നു. അത് ഞാൻ കാര്യം പറയല. സീൻ പെർഫോമൻസ് അല്ല, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ അഭിനയിക്കുമ്പോ നമുക്ക് കുറച്ചും കൂടി അഭിനയിക്കാൻ പറ്റും. അലിൻ ജോസ് ആക്ടിങ്ങോ? അലിൻ ജോസ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് പേടിക്കണ്ട. തൊപ്പി ജീവിക്കാനോ? ഈ സൂര്യ തെറ്റെന്റെ ഭാഗത്താണ്. ഏതോ സിനിമയുടെ ഡയലോഗ് അല്ലേ? ഈ ഒരു സിറ്റുവേഷൻ റിയലൈസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ പൊട്ടിത്തെറിച്ച് അഭിനയിച്ചു രണ്ടുപേരും. പൊട്ടിത്തെറിച്ച് അഭിനയിച്ചു രണ്ടുപേരും. ആണോ? ഇല്ല, എന്റെ ഫുള്ള് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. എനിക്ക് ഈ നായി ഉള്ളതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞു. ഒരു 4 റൂം ഞാനും സൂര്യയും മാത്രം, ക്യാമറയും മാത്രമാണ്. മോനെ ഞാൻ ഒരു പൊളിച്ചിട്ടുണ്ടോ? ഞാൻ ഫുൾ സാധനം ചെയ്തിട്ടുണ്ടോ? കാര്യം പറയല. എനിക്ക് ഈ നാറിയെന്നുള്ളപ്പോ മര്യാദക്ക് പെർഫോമൻസ് ചെയ്യാൻ പറ്റില്ല. എനിവേസ് ഗൈസ്, അതായത് കിംബോയ്ക്കും മനോജിനും ഇൻട്രോ സോങ് വേണമെന്ന് അല്ല സൂര്യ തൊപ്പിയോ? ഒത്തില്ല പോയി ഒന്നിലുറപ്പിക്കും. സൂര്യ, എനിവേസ് താങ്ക് യു ഫോർ കമ്മിങ്. ഗുഡ് ആക്ടിങ്, ഗ്രേറ്റ് ആക്ടിങ്. അവിടെ സപ്പോർട്ട് ചെയ്യാലോ, നമുക്ക് സൂര്യനെ സപ്പോർട്ട് ചെയ്യണ്ട. സൂര്യന്റെ ഐഡിയ ഉണ്ടാവും. സൂര്യ ഇതോ ഫോളോഡ് ബൈ MRG ഷമീർ. സൽമാൻ അറിയോ എനിക്ക്? ഫോളോ ഓർ നോ ഫോളോ? ചാറ്റ് ഓർ ഫോളോ ചെയ്യാം? ചാറ്റ്. മോഹൻലാൽ ഓൺ ദ വേ ഫ്രം ബിഗ് ബോസ്. ഇത് പരിപാടി എല്ലാ സിനിമയിലുള്ള എല്ലാവരും വരും. അത്യാവശ്യം അഭിനയിക്കാൻ അറിയുന്ന ഫോളോ. ഓക്കെ, ഫോളോ. ഗൈസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഗുഡ് ടാലന്റ്. ഓക്കെ, എനിവേസ് ഗൈസ്, നമുക്ക് നമ്മള് ഗസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ താങ്ക് യു സൂര്യ. സീ യു. എല്ലാവർക്കും ഇവിടെ കുറച്ച് കോമാളിത്തരങ്ങൾ ഇപ്പൊ നടക്കാൻ പോയത്. അതിന്റെ പാർട്ടാവണമെങ്കിൽ സൂര്യക്ക് ഇവിടെ വെക്കാം.
പക്ഷെ ഇവിടെ പ്രോപ്പർ കോമാളിത്തരം ഇതുവരെ നടന്നിട്ടില്ല. ഇനി അത് നടക്കാൻ പോകുന്നത്. ഇനി വലിയ കോമാളിത്തരങ്ങൾ നടക്കാൻ പോകുന്നത് ഇനിയാണ് നടക്കാൻ കാണുന്നത്. അവിടെ ഇരുന്ന് കണ്ടോ, നല്ല എന്റർടൈനിങ് കാര്യം. അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ. അവിടെ ഇരുന്നോ. ഞാനാണ് കോമാളിയാവുമ്പോൾ എനിവേസ് ഏതാ പാട്ടേതാ? കണ്ണടേ വേണോ? ഇത് ഇങ്ങനെ പറഞ്ഞൊരു സോങ് ഉണ്ടാ? അല്ല അവരുടെ തന്നെ പാട്ടുണ്ട്. നീ അതെ പാട്ട് പാടിയിട്ട് വരിക. ഓ അവർ പാട്ട് പാടിക്കൊണ്ട് ഡാൻസ് കളിച്ചോണ്ടാ വരാം. പാട്ടുണ്ട്. സ്വന്തം പാട്ട് പാടി ഡാൻസ് കളിക്കാം. പാട്ട് പാടി ഡാൻസ് കളിച്ചോണ്ട് അവർ വരാമല്ലോ. എന്നാ പിന്നെ ഏതെങ്കിലും ഒരു പാട്ട് പാ. വരാൻ പറ.